ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോവിൻ ആൻഡ് വെൽക്കം ടു ടർബോ ജോവിൻ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന രേഖ മേഡാണ്. രേഖാസ് കാർ വേൾഡ്, തൃശ്ശൂരിലെ രേഖാസ് കാർ വേൾഡിൻ്റെ പാർട്ട്ണറാണ്. അപ്പം നമ്മൾ മുന്നേ രേഖാസ് കാർ വേൾഡിൽ നമ്മൾ വിഷു ഈസ്റ്റർ ഒക്കെ ആയിട്ട് ഓഫർ പ്രൈസിൽ വണ്ടികൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് വണ്ടികളൊക്കെ നമ്മൾ അവിടെ ഉണ്ട്, നമ്മളതൊക്കെ ചെയ്തു. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം വണ്ടീസാണ്. അതായത് ബെൻസ്, BM, പിന്നെ ഒരു വിശിഷ്ട അതിഥി കൂടി ഉണ്ട്, ജയ് ജവാൻ എന്നൊക്കെ പറയുന്ന ഒരു വിശിഷ്ട അതിഥി കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാളും മുന്നേ മാഡം രണ്ടു വാക്ക് നമ്മുടെ കളക്ഷനെ കുറിച്ചിട്ട്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബഡ്ജറ്റ് വണ്ടികളെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ പറയാൻ പോകുന്നത് ഓഡി, ബെൻസ്, BMW, അങ്ങനെ ഏത് കാറുകളായാലും പ്രീമിയം വണ്ടികൾ ഏത് തന്നെയായാലും ഇവിടെ വാങ്ങാനും വിൽക്കാനും നിങ്ങൾക്ക് വിശ്വസ്തമായിട്ട് വാങ്ങാനും വിൽക്കാനും പറ്റും. അതിന്റെ കൂടെ നിങ്ങൾക്ക് പാർക്ക് ആൻഡ് സെയിലിന് ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ ആ സൗകര്യം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വണ്ടികൾ അത്രയും സേഫ് ആയിട്ട് ഇവിടെ കിടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ ഒരു വില വന്നാൽ മാത്രമേ. അതായത് ഇപ്പൊ നിങ്ങളുടെ പ്രീമിയം വണ്ടി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഉദ്ദേശിക്കുന്ന ഒരു വില വെച്ചിട്ട് ഇവിടെ കൊണ്ട് നമുക്ക് ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ ചെയ്യാം. അപ്പൊ ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ ചെയ്യണതിന് മാഡം സ്പെഷ്യൽ ഫീസ് കാര്യങ്ങൾ ഇപ്പൊ പല സ്ഥലത്തും ഫീസ് കാര്യങ്ങളൊക്കെ വാങ്ങും. അപ്പൊ ഇവിടെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഓഫറാണ്. പാർക്ക് ആൻഡ് സെയിലിന് ഫീസ് ഒന്നുമില്ല ഇവിടെ. വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും. നല്ല രീതിയിൽ നിങ്ങളുടെ വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്തോടെ ഇരുന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ വാഷിങ്ങും മറ്റും എല്ലാം ചെയ്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടായിരിക്കും ഞങ്ങളിത്. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് അത് സെയിലാക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മുടെ ചെറിയ കളക്ഷൻ ഉണ്ട്, ചെറുതൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത BM, ഓഡി, ബെൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി വണ്ടികളുടെ വിശേഷത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് ഒരുപാട് വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടി. കണ്ടു വിജയിപ്പിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. അപ്പൊ നിങ്ങളുടെ നന്ദി. അതെ, മേഡത്തിന്റെ വകയും നന്ദി. അപ്പൊ ഈ സപ്പോർട്ട് ഇനിയും തുടരണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, നിങ്ങളുടെ കമന്റുകളൊക്കെ എഴുതാം, റിപ്ലൈ കാര്യങ്ങളൊക്കെ തരും. അപ്പൊ നമുക്കിനി വണ്ടികളിലേക്ക് കിടക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. പ്രീമിയം കാറുകളുടെ ഒരു പൂക്കാലം തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഒരു പൂ കണ്ടിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് വെച്ചു. നമ്മുടെ മെയിൻ അട്രാക്ഷൻ BMW X4 X-Drive M Sport വേരിയൻ്റ് ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ X3 ഉണ്ട്, BMൻ്റെ X3 ഉണ്ട്, ഓഡിയുടെ Q5 വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ബഡ്ജറ്റ് വണ്ടികളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വിലക്കുള്ള വണ്ടികളും അവിടെ നിന്ന് കിട്ടും, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ E-Class സെഡാനുകളുടെ രാജാവ് E-Class 2 ഉണ്ട്. പിന്നെ ഓഡി Q3 ഉണ്ട്. പിന്നെ ഒരു പട്ടാളക്കാരനുണ്ട്, നമ്മുടെ ജിപ്സി 4x4. പിന്നെ ആ വോക്സ് വാഗൻ പോളോ അത് കൊടുക്കുന്നില്ല. പിന്നെ പ്രീമിയം വണ്ടി ആ ബ്ലാക്ക് ഫിഗോ അത് തന്നെയാണ്, അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ വണ്ടികളുടെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ E-Class സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ E-Class നമ്മുടെ ക്യാപിറ്റൽ സിറ്റി നോട്ടെ, ഡൽഹി വണ്ടി കേട്ടോ, നമ്മുടെ ഡൽഹി വണ്ടിയാണ്. ഇപ്പോൾ ഇത് 2012 മോഡല് ബെൻസ് E-Class 250D വണ്ടിയാണ്, ഡൽഹി രജിസ്ട്രേഷൻ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ 72,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ബെൻസിനെ കുറിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഒരുവിധം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതായത് റൈഡിങ് കംഫർട്ട്, ബാക്ക് സീറ്റ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ബെൻസിന് മുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒന്ന് ഓൺ ചെയ്യട്ടെ. അപ്പോൾ നമുക്കൊന്ന് നമ്മൾ ഈ ഡീറ്റെയിൽസൊക്കെ പറയുമ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് നോക്കാം, വണ്ടിയുടെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണേന്നൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കുക. ഡൽഹി വണ്ടിയാണ്, പേടിക്കൊന്നും വേണ്ട, നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവന്നേക്കണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ബെൻസിൻ്റെ പ്രീമിയം വണ്ടികൾക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ബിൽഡ് ടു ലാസ്റ്റ് എന്നൊക്കെ പറയില്ലേ, കാലാകാലം നിലനിൽക്കും. നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് പോയാൽ മതി. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെൻസാണ്, നമുക്കിവിടെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പോൾ ഇതിൽ 2 സൺറൂഫ് കാര്യങ്ങളൊക്കെയാണ്, ഡ്യുവൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന 2012 മോഡല് ബെൻസ് E-Class 250D ആണ് വരുന്നത്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10,50,000 രൂപയാണ്. 10,50,000 രൂപയ്ക്ക് NOC അടക്കം എടുത്തു തരും. പിന്നെ നമ്മൾ കൊണ്ടുപോയി ടാക്സ് അടച്ച് നമ്മുടെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ നിൽക്കുന്നതിൽ ഓണർഷിപ്പ് ഇനിയും കൂടണ്ടെന്ന് വെച്ചിട്ടാണ് അവർ ഇവിടെ രജിസ്റ്റർ ചെയ്യാത്തത്. അപ്പോൾ ബാക്ക് സീറ്റ് ഡ്രൈവ് നല്ല എന്താ പറയുക, ഒരു ഒഴുകുന്ന ഫീലുള്ള ഒരു റൈഡാണ് ബെൻസിനുള്ളത്. ബെൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി വാദവരാതെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ് E-Class. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻറ്റീരിയർ കളർ നോക്കാം. ഇതൊരു എന്താ പറയുക, ഒരു ബീച്ച് കളർ ഇൻറ്റീരിയറാണ്. നമുക്കപ്പുറത്ത് നമ്മുടെ ഇനിയിപ്പോൾ ഡൽഹി വണ്ടി
വേണ്ട സ്വന്തം കേരള വണ്ടി തന്നെ വേണമെന്നുള്ളവർക്ക് നമ്മൾ കേരള വണ്ടി ഉണ്ട് നമ്മുടെ കയ്യിൽ. കേരള ബെൻസ് ഈ ക്ലാസ് തന്നെ കേരള വണ്ടിയാണ് അപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ എംബ്ലം സ്വന്തമാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും എന്നൊരു തോന്നൽ ഇതിൽ വരും. അപ്പോൾ ഇനി നമുക്ക് കേരള വണ്ടി ഇതേ സംഭവം തന്നെ ബെൻസ് ഈ ക്ലാസ് തന്നെ കേരള വണ്ടി ആകുമ്പോൾ നമുക്കത് 2011 മോഡൽ വണ്ടി. മറ്റേത് ഡൽഹി വണ്ടി 2012 ഇത് 2011 മോഡൽ വണ്ടി വരും. സെയിം ഇത് തന്നെ, ഒരു വ്യത്യാസമുണ്ട്. ഇത് 350D ആണ്, മറ്റേത് 250 ആയിരുന്നെങ്കിൽ ഇത് 350 ആണ് ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി വരുന്നത്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇനി നമ്മുടെ സ്വന്തം കേരള വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്കൊന്ന് നോക്കാം. ഇൻറ്റീരിയറിൽ പ്രകടമായിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കളറിൽ, സീറ്റിൻ്റെ കളറാണത് ബ്രൗൺ ഒരു കളറാണ് വരുന്നത്. മറ്റിടത്ത് കുറച്ച് ബീച്ച് കളറായിരുന്നു. ബാക്കി സംഭവങ്ങളൊക്കെ സെയിം തന്നെ. പക്ഷേ ഇത് അവാൻഡ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ആണ്. അപ്പോൾ പിന്നിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് സ്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണേന്ന് വീഡിയോയിൽ നോക്കാം. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് 2011 ബെൻസ് ഈ 350D ആണ്. 1,23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിന് പുതിയ ടയറും കാര്യങ്ങളൊക്കെയാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. 3rd ഓണർഷിപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് സീറ്റ്. പിന്നിൽ കണ്ട സ്ക്രീൻ, പിന്നിൽ TV ഒക്കെ ഉണ്ട്, TV കണ്ടൊക്കെ ഇരുന്ന് പോവാം. അപ്പോൾ ഇത് അങ്ങനെ ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ സ്വന്തം കേരള വണ്ടി. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12,70,75,000 രൂപയാണ്. മനസ്സിലായോ? 12,70,75,000 രൂപയ്ക്ക് നമുക്കൊരു ബെൻസ് ഈ ക്ലാസ് നമുക്ക് മേടിക്കാം. 2011 മോഡൽ ബെൻസ് ഈ 350D, 1,23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, പുത്തൻ ടയറുകളൊക്കെ ഉള്ള വണ്ടി, ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ല, 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ആസ്കിംഗ് പ്രൈസ് 12,70,75,000 രൂപയാണ്. അപ്പോൾ നമ്മൾ 2 ഈ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒന്ന് അതർ സ്റ്റേറ്റ് ഡൽഹി വണ്ടിയുണ്ട്, ഒരെണ്ണം നമ്മുടെ കേരള വണ്ടിയുണ്ട്. 2011 മോഡലും 2012 മോഡൽ ഈ ക്ലാസ്. നമ്മൾ നല്ലൊരു റൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ബെൻസ് ഈ ക്ലാസ് നല്ലൊരു ചോയ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ പറയുന്ന പ്രൈസിൻ്റെ ഒക്കെ കൂടെ നമ്മൾ RTO ചാർജസും ഡീലർഷിപ്പ് കമ്മീഷനും എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഫോണിൽ ഈ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയയ്ക്കുക. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ അപ്പോൾ 2 ബെൻസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് ഏത് വണ്ടി നോക്കാം? ഓഡിയുടെ Q5 ഒന്ന് നോക്കിയാലോ. എന്നാലും അത് കണ്ടെടുക്കാൻ തോന്നുന്നില്ല അല്ലേ? ബെൻസിൻ്റെ അവിടെ നിന്ന് ലക്ഷറി ഡീസൽ ലക്ഷറി സെഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, കിങ്ങാണ് നമ്മുടെ ബെൻസ് ഈ ക്ലാസ്. അങ്ങനെ സെഡാനിൽ നിന്ന് മാറി നമ്മൾ SUV ടൈപ്പിലേക്ക് വരുന്നു. Q5 ഉണ്ട്, അവിടെ ഒരു Q3 ഉണ്ട്. കണ്ടാ നമ്മുടെ സ്റ്റാഫ് ഇപ്പോഴും വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക. പുള്ളി ഏത് നേരം വണ്ടി ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ ഒരു ചട്ടൻ. അപ്പം നമുക്ക് Q5 എന്ന് തുടങ്ങാം. ഇത് Q3യുടെ ചട്ടൻ Q5 ഇത്തിരി വലിയ SUV. ഓഡിയുടെ Q5 റൈഡിങ്ങിന് പേര് കേട്ടിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് ഡ്രൈവ് എൻജോയ് ചെയ്യുന്നൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ ഓഡിയുടെ Q5 വരുന്നത്. ഇത് 2012 മോഡൽ വണ്ടിയാണ്. 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഫാൻസി നമ്പറാണ് 2233. ഫാൻസി നമ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. നമ്മൾ കേരള വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഓഡി. ആകെ 77,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല പനോരമിക് സൺറൂഫ്. നമുക്ക് മാനം നോക്കി വണ്ടി ഓടിക്കാം. അങ്ങനെ ഓടിക്കരുത്, പിന്നിലിരിക്കണ ഒരു മാനം നോക്കിയാൽ മതി. മുന്നിലിരിക്കണ ഒരു മാനം നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മാനത്തെത്താം. അപ്പം നല്ല ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടി ഓഡി Q5. SUV വണ്ടികളൊക്കെ കുറച്ചും കൂടി ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാലാണ് നമ്മൾ ഒരു ഓഡി Q5 ഒക്കെ നമുക്ക് 12.25 ലക്ഷം, 12,70,75,000 രൂപയ്ക്ക് ഒരു ഓഡി Q5 നിങ്ങൾക്ക് വീട്ടിലെത്തിക്കാം. ഈ ഒരു വണ്ടി 12,70,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ എന്താ അടിപൊളിയല്ലേ? അപ്പോൾ 12,70,75,000 രൂപ നമ്മുടെ ഓഡി Q5 2012 മോഡൽ 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 77,000 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളൂ. നമ്മുടെ കേരള വണ്ടി, ഫാൻസി നമ്പറൊക്കെ ഉള്ള വണ്ടി. ഇതിൻ്റെയൊക്കെ എഞ്ചിൻ ക്വാർട്ടർ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 2 ലിറ്റർ കണ്ട നമ്പറൊക്കെ കണ്ട എന്ത് രസമല്ലേ ഓഡിയുടെ എംബ്ലവും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ വളരെ നല്ലൊരു ഗുഡ് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി.
ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12,75,000 മാത്രമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാണുന്ന വണ്ടികളൊക്കെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ 8184 000 666 അതിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഇതുവരെയുള്ള ആൾക്കാരുടെ ഒരു പെരുമാറ്റം വെച്ചിട്ട് രാത്രി 11 മണി 12 മണിക്കൊന്നും ആരും ഫോൺ വിളിക്കാൻ നിൽക്കരുത്. കുറച്ചായി എനിക്കങ്ങനെ വരുന്നു, രാത്രിയൊക്കെ ഫോൺ വിളിക്കുന്നു. ഞാൻ പിന്നെ മുകേഷ് ആവേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ളൂ, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ഇനി നമ്മൾ ചേട്ടനെ കണ്ട് അനിയനെ മറക്കരുതല്ലോ. ഇതേ വരുന്നു ഒരു ഓഡി Q3, നമ്മുടെ Q5-ൻ്റെ അനിയൻ Q3. ഇത് 2013 മോഡലാണ്. 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി, കേരള വണ്ടി. ഇതൊക്കെ നമ്മൾ കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ് ഈ കാണുന്നത്. 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഇതിൻ്റെ പ്രൈസും 12,70,000 രൂപയാണ് വരുന്നത്. 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി, 1,14,000 കിലോമീറ്ററോളം ഓടിയ വണ്ടി, Q3 2013 മോഡല്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊക്കെ തുറന്നു കഴിഞ്ഞ് വരുമ്പോൾ അതിൽ ആ സ്ക്രീനൊക്കെ അങ്ങനെ ഓപ്പണായിട്ട് വരുന്നത് കാണാനൊക്കെ ഒരു രസമാണ്. നല്ല ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഓഡിയുടെ വണ്ടികളൊക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ എക്സ്ചേഞ്ച് ഓഫറും കൂടിയും അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് കൊടുത്തിട്ട് അങ്ങനെ വരാണെങ്കിൽ ബാക്കി എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ പ്രീമിയം വണ്ടികളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു സൗകര്യം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത സിബിൽ സ്കോറൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള എമൗണ്ട് നമുക്ക് ലോണായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ Q3 ആയാലും ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ക്വാർട്ടർ എഞ്ചിനാണ്. നല്ല പേര് കേട്ട ഒരു എഞ്ചിനാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉള്ള വണ്ടികൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എല്ലാം നല്ല രീതിയിലുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടികൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓഡി Q5 ഉണ്ട്, ഓഡിയുടെ Q3 ഉണ്ട്. ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും സെയിം വിലയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, 12,70,000 രൂപ. അപ്പോൾ നമ്മൾ പ്രീമിയം വണ്ടികളൊക്കെ കണ്ടെങ്കിൽ നമുക്ക് ഇനി വേറെ ഒരു വിശിഷ്ടതിഥി നമ്മൾ പറഞ്ഞത് ഇവനാണ്, ജിപ്സി. നമ്മുടെ വിമുക്ത ആർമിയാണ് കേട്ടോ, വിമുക്ത ഭടനാണ്. നമ്മുടെ രാജ്യത്തിനെ സേവിച്ച് പിന്നെ അവിടെ നിന്ന് ആർമിയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ അത് 2022 റീ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അതായത് ഇനി 2037 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതായത് ഇനിയിപ്പോൾ നിങ്ങളത് റീ രജിസ്ട്രേഷനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. 2037 വരെ വാലിഡിറ്റി ഉള്ള ജിപ്സി 4x4 വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടയർ കാര്യങ്ങളൊക്കെയാണ്, പുത്തൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെയാണ്, പിന്നെ പവർ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ നമുക്കൊന്ന് നോക്കാം ജസ്റ്റ്. അപ്പോൾ ഇത് ടോട്ടലി ഒരു യൂട്ടിലിറ്റേറിയൻ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. താല്പര്യമുള്ളവർക്ക് വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നല്ല രസമാക്കാം. ഇതൊക്കെ നമ്മൾ ജിംനിയിലും ഇപ്പോഴും കാണുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. 4x4 വണ്ടിയാണ് വരുന്നത്. പണ്ടത്തെ ആർമി ആ ഒരു ഇതിലുള്ള വണ്ടിയാണ്. 2022 രജിസ്ട്രേഷൻ, 2037 വരെ പേപ്പറുള്ള വണ്ടി. അപ്പോൾ നമ്മുടെ ജിംനി ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നുള്ള വണ്ടിയാണ് നമ്മുടെ ജിപ്സി. ഇന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എപ്പോഴുള്ളൊരു വണ്ടിയായിരിക്കും ജിപ്സി. ഓഫ് റോഡ് ഭ്രാന്തന്മാരുടെ ഏറ്റവും ഇഷ്ട വണ്ടികളൊന്നാണ് ജിപ്സി. അപ്പോൾ 4x4 എടുക്കുന്ന ഒരു ജിപ്സി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ പിന്നെ ഉള്ളതിൽ ഏറ്റവും പുലി എന്ന് പറയുന്ന ഒരുത്തൻ ഇവനാണ്, നമ്മുടെ BMW X4. ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. ആ നമ്പർ നമ്മളൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു തട്ടിക്കുട്ട് പരിപാടിയാണ്. നമ്മളങ്ങനെ പേര് കേട്ട ഒരു എഡിറ്ററൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ഒരു എഡിറ്റിംഗാണ് ഈ ബ്ലറിങ്. അതുകൊണ്ട് അത് കുറച്ച് സെക്കൻഡുകളാണ്, അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ BMW X4 ആണ്, 200D M സ്പോർട്ട് വേരിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ എൻ്റെ കൂപ്പയിലേക്ക് ഡിസൈനൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഏറ്റവും സുന്ദരനായിട്ടുള്ള വണ്ടി. കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും മനോഹരമായിട്ടുള്ളൊരു വണ്ടി, അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി. 2 ടണ്ണിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഭാരം വരുന്നത്. അസാധ്യ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് 2020 മോഡൽ വണ്ടിയാണ് ഈ വരുന്നത്. 2020 മോഡൽ വണ്ടി. ഇത് കേരള വണ്ടിയാണ്. ആകെ 80,000 താഴെ കിലോമീറ്റേഴ്സ് മാത്രം ആണ് ഇതിൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി.
പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം ഈ ഒരു ബാഡ്ജിങ് ആണ് എം സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷനും സ്റ്റിയറിങ്ങും ഡ്രൈവും ഒക്കെ സ്പെഷ്യലി ട്യൂൺ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഡ്രൈവിംഗ് ഡൈനാമിക്സ് അപാരാണ് ഈ വണ്ടിയുടെ. അപ്പോൾ 2020 മോഡല് സിംഗിൾ ഓണർ 79,000 ചില്ലാനും കിലോമീറ്റർ ഓടിയിട്ടുള്ള KL രജിസ്ട്രേഷനിലുള്ള വണ്ടി, ഫാൻസി നമ്പറിൽ നിൽക്കുന്ന വണ്ടി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. 60 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2020 മോഡല് H4 N സ്പോട്ട് എച്ച് ഡ്രൈവ് ഉള്ള വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഗംഭീര വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ഗംഭീര വണ്ടി. അതിൻ്റെ സീറ്റും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ പനോരാമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അത്രയധികം ഫീച്ചർ റിച്ച് ആണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവിംഗ് ആണ്. ഗംഭീര ഡ്രൈവിംഗ് ഡൈനാമിക്സ് കാര്യങ്ങളാണ്. 5 സീറ്റർ വണ്ടിയാണ്. പിന്നിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ സൂപ്പറാണ്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് നോക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വണ്ടി കാര്യങ്ങളൊക്കെയാണ് നോക്കുക. 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ അവിടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യണത് എന്തായിരിക്കില്ല. ഈ വണ്ടിയൊക്കെ ഓൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യവാന്മാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. BMW X4 ഒക്കെ ഗംഭീര വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. പ്രൈസൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ BMW S4 ഫാൻസി നമ്പറിലുള്ള കേരള രജിസ്ട്രേഷൻ 2020 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറെ അത്രയ്ക്കും പ്രൈസൊന്നും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ദേ വരുന്നു വേറെ BMWൻ്റെ X3. നമ്മളിപ്പോൾ ഓഡിയുടെ Q3 Q5 എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന BMൻ്റെ വണ്ടിയാണ് BMൻ്റെ X3. ഇത് 2013 മോഡല്, 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി, 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഈ വണ്ടി കേരള വണ്ടിയാണ്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, നട്ടുച്ച വെയിലത്താണ്. ഈ വെയിലത്ത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. എന്നൊക്കെ പറഞ്ഞാലും ഇത് നോക്കുമ്പോൾ തങ്ങട് ഇതിൻ്റെ എക്സ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. ഈ നമ്മുടെ BMWൻ്റെ X3 ഇതൊക്കെ വരുന്നത് എക്സ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജി ബേസ്ഡ് ആണ്. ഇതാ ഇവിടെ ആകുമ്പോൾ ബാഡ്ജിങ് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് പറയാം. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ നോക്കുക, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇതിൻ്റെ BMW X3യുടെ ഡീറ്റെയിൽസ് പറയാം. ഇത് 2013 മോഡൽ വണ്ടിയാണ്. 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 3rd ഓണർഷിപ്പിൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമ്മൾ BMW X3. 3rd ഓണർഷിപ്പിലേക്ക് എടുക്കുന്ന വണ്ടി, കേരള വണ്ടി. അതും X3 എന്ന് പറയുമ്പോൾ നമ്പർ പ്ലേറ്റും 3 ആണ്. അതൊക്കെയാണ്. പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക, നല്ല രീതിയിൽ ഇപ്പോഴും നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു SUV വണ്ടിയാണ് വരുന്നത് BMW X3. അപ്പോൾ നേരത്തെ സൂര്യഭഗവാന്റെ കാര്യം പറഞ്ഞ പോലെ, അതായത് ഈ പക്ക വെയിലത്തൊക്കെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ താല്പര്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നല്ല സ്പേസ് നമ്മളുടെ BMW X3യിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫാമിലിക്കൊക്കെ അടിപൊളി ആയിട്ട് പറ്റുന്ന ഒരു പ്രീമിയം ലെവലിൽ വണ്ടി വരുന്നതാണ്. 2013 മോഡല് വണ്ടി, 87,000 കിലോമീറ്റർ, 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 13,80,000 രൂപയാണ്. 13.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു BMW X3 കേരള വണ്ടി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ പ്രൈസൊക്കെ നെഗോഷ്യബിളാണ്. നമുക്ക് സംസാരിച്ച് ഒക്കെ സെറ്റാക്കി തരാം. അപ്പോൾ നല്ലൊരു BMW X3 അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രീമിയം വണ്ടികൾ, ബെൻസ് ഉണ്ട്, BM ഉണ്ട്, ഓഡി ഉണ്ട്, പിന്നെ നമ്മുടെ മിലിറ്ററി ജിപ്സി ഉണ്ട്. അപ്പോൾ എല്ലാ വണ്ടികൾക്കും നമ്മൾ ഫിനാൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തുടക്കം പറഞ്ഞ പോലെ നിങ്ങളുടെ വണ്ടികൾ ഇവിടെ വന്നിട്ട് പാർക്ക് ആൻഡ് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി വിൽക്കാൻ നമ്മളിപ്പോൾ രേഖാസ് കാർ വേൾഡിൽ ഒരു അവസരം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.